അവൻ പോയിട്ട് ഇന്ന് 14ാമത്തെ ദിവസമാണ്. ഇതുവരെ അതിനൊരു നീതിയും കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാനുള്ളത്. അവർ ജാമ്യാപേക്ഷ മറ്റന്നാളത്തേക്ക് പരിഗണിക്കുമെന്ന് പറയുന്നതേ ഉള്ളൂ. ഇതുവരെ അവർ പരിഗണിച്ചിട്ടില്ല. അവർ വെറുതെ ഈ ആപ്ലോണിൻ്റെ പേരിൽ ഇതിനു മുന്നേ അവന് നല്ല രീതിക്ക് ഇതിനു മുന്നേ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു, നിൻ്റെ ഭാവിയല്ലേ, നീ അവിടെ പിടിച്ച് നിൽക്കണം എന്നാണ് എപ്പോഴും പറയണത്. എനിക്ക് പേടിയില്ലടി, ഞാൻ പിടിച്ച് നിൽക്കും. എന്ത് വിഷമമുണ്ടെങ്കിലും ഏത് സാഹചര്യത്തിലും അപ്പോഴെന്നെ വിളിക്കുന്നതാണ്. ആ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടില്ല. ഒരു പക്ഷെ അവൻ്റെ കയ്യിലൊന്ന് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. എത്ര രാത്രിയാണെങ്കിലും എത്ര വയ്യെങ്കിലും ആ ഒരു ടൈമിൽ ആ ഒരു ഫോണെങ്കിലും അവൻ്റെ കയ്യിലൊന്ന് അവർ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പായിട്ട് ജീവനോട് ഉണ്ടാവുമായിരുന്നു. അച്ഛൻ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വിളിക്കുകയാണ്. അല്ലെങ്കിൽ അവരൊന്നും അപ്പോഴും കോൾ എടുക്കുന്നില്ല. അവർ വിളിച്ചു എന്നാണ് പറയുന്നത്. അവൻ്റെ ഫോൺ അവരുടെ കയ്യിലിരിക്കുകയാണ്, പ്രിൻസിപ്പളിൻ്റെ. അപ്പോഴും അച്ഛൻ്റെ കോൾ എന്തായാലും സേവ് ചെയ്തിട്ടിരിക്കുന്ന അച്ഛനെന്നാണ്. ആ ഒരു കോളെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ അനിയൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. രാവിലെ വരെ ഫുഡ് കഴിക്കാനായിട്ട് പൈസയും വാങ്ങി, അതുപോലെ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ചെന്ന് 2 ഫ്രണ്ട്സ് പറയുന്നുണ്ട്. ഇത്രയും ആപ്പിളുകൊണ്ട് ഒരു വിഷമമുള്ളൊരു കൊച്ചാണെങ്കിൽ ഒരിക്കലും പോയി അവൻ ഫുഡ് കഴിക്കില്ല. ഞങ്ങൾക്ക് തന്നെ അറിയാം, അവൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവൻ തന്നെ പറയടി, തൊണ്ടയിൽ കൂടെ എനിക്ക് വെള്ളം പോലും ഇറങ്ങൂലടി, എനിക്ക് പറ്റുന്നില്ല. എന്നിട്ടും പറയുന്നതാണ്, ഞാൻ 40 പേപ്പർ എനിക്ക് ബുക്ക്ലെറ്റ് ഉണ്ട്, ഞാൻ എക്സ്ട്രാ 10 പേപ്പർ വാങ്ങിയപ്പോൾ എല്ലാ കുട്ടികളും എന്നെ തന്നെ നോക്കി. ഇപ്പോഴും പോലീസ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 45 മാർക്കുണ്ട് 50-ന്. കാര്യം 3 വർഷത്തോളം സന്തോഷം എന്തെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. 10th കഴിഞ്ഞിട്ട് അതാണ് ഞങ്ങൾക്ക് ഇത്ര വിഷമം. കുറച്ചെങ്കിലും അവൻ്റെ ജീവിതത്തിൽ കുറച്ച് സന്തോഷം കണ്ടെത്തിയിട്ടാണ് അവൻ പോയെങ്കിലും ഞങ്ങൾക്ക് ഇത്രത്തോളം ഒരു ദുഃഖം വരൂല. മറ്റുള്ള കുട്ടികൾ വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് അമ്മ എനിക്ക് വണ്ടി വേണം, അപ്പോഴും ഞങ്ങൾക്ക് പേടിയാണ്. കാര്യം ഇനി ഞാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടി എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ കൂടെ പോകും. കാര്യം എനിക്ക് പേടിയാണ്, വണ്ടിയിൽ എവിടെയെങ്കിലും പോയി വീഴുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. അത്രയ്ക്ക് ഞങ്ങൾ എന്തോ പറയാം, എൻ്റെ കൊച്ചിനേക്കാളും ഞാൻ അവന് കെയർ കൊടുത്ത് ഇത്രയും അനിയനുമല്ല ഒരു ഫ്രണ്ട്സ്. ഞാൻ എപ്പോഴും പറയും, എടാ നീ എന്നെ എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിക്കുന്നു, രാവിലെ തൊട്ട് രാത്രി വരെ എൻ്റെ കോൾ ലിസ്റ്റിൽ നീയാണ്. എൻ്റെ ഹസ്ബൻഡ് പോലും എന്നെ ഇങ്ങനെ വിളിക്കുന്നില്ല. ഞാൻ കളിയൊക്കെ ചോദിക്കും, നീ എന്തോന്നാണ് എൻ്റെ കാമുകനാണ്, നീ എന്നെ എപ്പോഴും കിടന്ന് വിളിക്കുക. അപ്പോഴും പറയുന്നേടി, നിൻ്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് എനിക്ക് കിട്ടണത്. ഞാൻ കൊച്ചിന് എക്സാം വരുന്ന ടൈമിൽ പോലും അവളെ ഞാൻ 8-9 മണിക്കകത്ത് ഉറക്കും. കാര്യം എനിക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കണം. അവൻ ഇന്ന് നടന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. രാവിലെ മുതലുള്ള രാത്രി അവൻ ഉറങ്ങണത് വരെയുള്ള എന്ത് ഫുഡ് കഴിച്ചെന്ന് ഉൾപ്പെടെ പറയും. അങ്ങനെ ഇത്രയും ഞങ്ങൾ ഓരോ പ്രതീക്ഷ കൊടുത്തിട്ട് അവനെ ഇത്രയും വളർത്തി. 10th കഴിഞ്ഞതിന് ശേഷം +1 +2 കൊറോണ ടൈമായിരുന്നു. പിന്നെ വീട്ടിലിരുന്നിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് 1 വർഷം റാമിൽ പോയി പഠിച്ച്, അത് 1 വർഷം. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത്, ഞാൻ ഓൺലൈനായിട്ട് പാല ബ്രില്യൻ്റായിട്ടാണ് 2 വർഷം അങ്ങനെ അവർ റിപ്പീറ്റ് ചെയ്ത്. അപ്പോഴും ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നല്ല രീതിക്കുണ്ട്. ഞങ്ങൾ പക്ഷെ ഇതില്ല. ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഞങ്ങൾ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുത്തല്ലേ പോയത്. അവൻ്റെ ആഗ്രഹമാണ്. അവൻ ചെറുതിലെ തൊട്ട് അവന് പഠിക്കണം, അവന് ഡോക്ടർ ആവണം. ചെറുതിലെ തൊട്ട് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരാണ് എപ്പോഴും പറയുന്നത്. ഞങ്ങൾ കൂട്ടത്തോടെ നിന്ന് കളിക്കുമ്പോഴത്തേക്ക് അവരാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നുള്ളത്. അങ്ങനെ ഓരോ പ്രതീക്ഷയും കൊടുത്ത് സത്യം പറഞ്ഞാൽ അവൻ കുറച്ച് സന്തോഷിച്ചിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് പോയെങ്കിൽ പോലും ഞങ്ങളത് സമാധാനിക്കുമായിരുന്നു. അയ്യോ, അവൻ കുറച്ച് സന്തോഷിച്ച്, അവന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ എന്ന്. അവൻ്റെ കൂടെ പഠിച്ച ഉഴമലക്കിലും അതുപോലെ അമലഗിരിയിലും പഠിച്ച പിള്ളേർ വീട്ടിൽ വന്നിട്ടാണ് അവനെ കൊണ്ടുപോകുന്നത്. അപ്പോഴും പറയും, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. എന്നിട്ടും പറയും, ആൾക്കാർ വന്നിരുന്നാൽ പഠിക്കൂല. കാര്യം അപ്പോഴും എൻ്റെ അടുത്ത് പറയണം, എടി അവരിനി എന്തേലും പറയും, ഞാൻ പഠിക്കുന്നില്ല. 2 വർഷം വീട്ടിൽ നിന്നപ്പോഴത്തേക്ക് പോലും ഈ നാട്ടുപ്രദേശത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം അവൻ പഠിക്കാൻ പോകുന്നില്ലെന്നാണ് വിചാരിച്ചത്. ഇതിനു മുന്നേ ആയുർവേദ ഇതിന് കിട്ടിയതായിരുന്നു പാലക്കാട്. അവിടെ പോയി അഡ്മിഷൻ എടുത്ത്, അതുപോലെ BSc നഴ്സിങ്ങിൽ ജിഗ്മറിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടാണ് ലാസ്റ്റ് ഇവൻ്റെ വിധി. അതായത് ഇവൻ അങ്ങോട്ട് പോവേണ്. കാര്യം
കുറച്ചും കൂടെ ബെറ്റർ അല്ലേ, ഈ ആയുർവേദത്തിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ബെറ്റർ അല്ലേ? എനിക്ക് എന്തായാലും ഡോക്ടർ എന്നുള്ളൊരു പേരല്ല വേണ്ടത്, എനിക്ക് എന്തോന്നു എനിക്ക് MBBS. അപ്പോഴും എന്നിട്ട് ഞങ്ങൾ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ഇരുന്നുകൊണ്ട് അവർ കാണാതെ റൂമിലിരുന്ന് ഒളിച്ച് പഠിക്കാൻ. ഞങ്ങൾക്ക് പേടിയുണ്ട്, റൂം ലോക്ക് ചെയ്തിട്ട് നീ ഉറങ്ങാവൂ, അവരെന്തേലും ഈ ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവച്ച് നിന്നെ കുടിക്കാലോ എന്നൊക്കെ ഞങ്ങൾക്ക് പേടിയാണ്. ഓരോ നിമിഷവും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുന്ന ഒരു കൊച്ച് എന്തായാലും ഇത് ഒരിക്കലും ചെയ്യൂലെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്.